അപ്പൊ മക്കളെ, നാളെയാണ് നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ്. അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ വിമാനത്തിൽ കയറാൻ പോണത്. അച്ചായി, വിമാനത്തിൽ എന്തൊക്കെയാ തിന്നാൻ കിട്ടാ? എനിക്ക് മന്തി മതി. ഇവനക്ക് തിന്നാന്നുള്ളൊരു വിചാരം തന്നെ ഉള്ളൂ. വിമാനത്തിൽ നമ്മൾ പറയണ ഫുഡൊന്നല്ല കിട്ടുക. ഓരോ വിമാനത്തിൽ ഓരോ മെനു ഉണ്ട്, അതനുസരിച്ചിട്ടാ ഫുഡ് കിട്ടുക. ഓ, എന്റെ എല്ലാ പ്രതീക്ഷയും പോയി. അതെന്താ, തീറ്റയിൽ മാത്രാണോ നിന്റെ എല്ലാ പ്രതീക്ഷയും? പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, നാളെ നേരത്തെ ഇറങ്ങണം നമുക്ക്. എനിക്ക് കുറച്ച് ഇമ്പോസിഷൻ കൂടി എഴുതാണ്ട്, അത് എഴുതാനുള്ള ബുക്ക് കൂടി എടുക്കണം. ഇവൻ വായ തുറന്നാ മണ്ടത്തിലുള്ള പറയാ. എടാ പൊട്ട, വിമാനത്തിൽ പോകുമ്പോ ലഗേജിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇവന്റെ ഇമ്പോസിഷൻ എഴുതാനുള്ള ബുക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ മുഴുവൻ ബുക്ക് എടുക്കേണ്ടി വരും. എല്ലാത്തിലും വട്ടപൂജ ആയതുകൊണ്ട് ഡെയിലി ഇമ്പോസിഷൻ കിട്ടാറുള്ളതല്ലേ. ഇമ്പോസിഷനൊക്കെ നമുക്ക് പോയി വന്നിട്ട് എഴുതാം. തൽക്കാലം അത്യാവശ്യത്തിനുള്ള ഡ്രസ്സും സാധനങ്ങളും മാത്രം പാക്ക് ചെയ്താൽ മതി. അപ്പൊ ശരി, എല്ലാരും പോയി ഉറങ്ങിക്കോ. രാവിലെ നേരത്തെ എണീക്കാനുള്ളതാ. അച്ഛാ, ഇറങ്ങാറായില്ലേ? ഞങ്ങള് റെഡി. നമ്മളിപ്പോ ഇറങ്ങാണ്. ഹായ്, ആദ്യമായിട്ട് ഞാൻ വിമാനത്തിൽ അടുത്ത് നിന്ന് കാണുന്നത്. ഞാനും. ഇതെന്താ 18ാം പടിയോ? നീ പൊട്ടത്തരം പറയാതൊന്ന് മിണ്ടാതിരിക്ക്. സമയം കളയാതെ വേഗം കേറ്. അമ്മേ, പൈസ വാങ്ങിക്കാൻ എന്താ കണ്ടക്ടർ വരാത്തെ? ഒന്ന് മിണ്ടാതിരിക്ക് പൊട്ട, ഇത് ബസ്സല്ല. എപ്പോഴാ ഇഞ്ചി മുട്ടായും കടലമുട്ടായും ഒക്കെ വരിക? ഇവൻ മനുഷ്യനെ നാട്ടിക്കല്ലോ. മോനെ, ഇത് ബസ്സല്ലല്ലോ, പ്ലെയിൻ അല്ലേ. അതൊന്നും ഇല്ലെങ്കിൽ ഒരു കപ്പലണ്ടി വറുത്തെങ്കിലും കിട്ടുക. ഇവനിക്ക് കുറച്ച് കപ്പലണ്ടി വാങ്ങിക്കൊടുത്ത് വീട്ടിൽ നിർത്തിയാൽ മതിയായിരുന്നു. ഭയങ്കര ശല്യം തന്നെ. അമ്മ, ഇതെന്താ പോവാത്തത്? ഇപ്പൊ പോവും, നീ ഒന്നും മിണ്ടാതിരിക്ക്. മോനെ, ബെൽറ്റ് ഇട്ടോളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി, എന്റെ ട്രൗസറിന് ലൂസ് ഒന്നുമില്ല. അതല്ല മോനെ, സീറ്റ് ബെൽറ്റിന്റെ കാര്യമാണ് ചോദിച്ചത്. അത് ഞാനിട്ട് കൊടുത്തോളാം. താങ്ക് യു മാം. അമ്മ, എനിക്ക് മൂത്രമൊഴിക്കണം. എന്നാ പുറകിലോട്ട് നടക്കുക, അവിടെയാണ് വാഷ്റൂം. അമ്മ വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. അതെന്താ? രണ്ടാളും കൂടി പോയാൽ നമ്മുടെ സീറ്റിൽ വേറെ ആരെങ്കിലും വന്നിരിക്കും. നീ എന്തൊരു മണ്ടനാ. ഇത് KSRTC ബസ്സൊന്നല്ല തോന്നിയോടത്ത് പോയിരിക്കാൻ. എന്നാ അമ്മയും കൂടി വാ. എന്നാ നടക്ക്. അമ്മ, ആ ടോയ്ലറ്റില് ബക്കറ്റും ഇല്ല, വെള്ളവും ഇല്ല. ടിഷ്യൂ ഉണ്ടായിരുന്നില്ല, അത് ഉപയോഗിച്ചൂടെ? അല്ല, വെള്ളം ഉണ്ടായിട്ടും കാര്യമല്ല. അതെന്താ? അല്ല, നമ്മള് വെള്ളം ഒഴിച്ചാൽ ആൾക്കാരുടെ തലയിൽ കൂടെ വീഴൂലേ? എടാ തിരുമണ്ട, നിന്നെ ഞാൻ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക?